വരാം. മലയാറ്റൂരിൽ നമ്മുടെ ശ്യാം ദേവരാജ് ഉണ്ട്. ശ്യാം ദേവരാജ്, വെരി ഗുഡ് മോർണിംഗ്. മലയാറ്റൂരിൽ വലിയ ഈ പ്രത്യേകിച്ച് ദുഃഖവെള്ളി ദിവസമൊക്കെ വലിയ രീതിയിലുള്ള തീർത്ഥാടക പ്രവാഹം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. കുരിശിന്റെ വഴിയെ സഞ്ചരിക്കുന്ന മനുഷ്യരുണ്ട്, കുരിശേറ്റി പോകുന്ന മനുഷ്യരുണ്ട്. എന്താണ് ഇപ്പോൾ മലയാറ്റൂരിൽ നിന്ന് നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ? വലിയ തീർത്ഥാടന പ്രവാഹമുണ്ടോ മലയാറ്റൂരിലെല്ലാം? ശ്യാം. അരുൺ സാർ, ഗുഡ് മോർണിംഗ്. ഞാൻ മലയാറ്റൂരിലാണ്. മലയാറ്റൂർ മലയുടെ അടിവാരത്താണ്. മുകളിലേക്ക് കയറാൻ ഏതാണ്ട് 2 കിലോമീറ്ററോളം ഉണ്ട്. നിരവധിയായ തീർത്ഥാടകർ എന്ന് പറഞ്ഞാൽ പോരാ, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പീഡാനുഭവ വാരത്തിൽ മലയാറ്റൂർ മല ചവിട്ടാൻ മുകളിലേക്ക് കയറാൻ എത്തുന്നത്. ഈ കുരിശിന്റെ വഴിയിലേക്ക് ഇത് കടന്നു പോകുന്നത്. കുരിശേന്തി, ചൂലേന്തി, കല്ലേന്തി, മെഴുകുതിരിയൊക്കെ കൊണ്ട് അവരങ്ങനെ നടന്നു പോവുകയാണ്. പൊന്മല കയറി മുത്തപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ്. അത് അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ പീഡാനുഭവ വാരത്തിൽ അത്തരം ഒരു ഭക്തിയുടെ സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് മലയാറ്റൂർ മല. അങ്ങനെ ലക്ഷക്കണക്കിനായ ആളുകൾ കയറിപ്പോകുന്നു, അങ്ങനെ തിരിച്ചിറങ്ങി വരുന്നു. അങ്ങനെ അതിന്റെ ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ചും തോമാസ് ലീഹയുടെ പാദസ്പർശനമേറ്റ മണ്ണ് എന്ന നിലയിലാണ് ഇവിടെ ഈ മലയാറ്റൂരിന്റെ മണ്ണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മലയാറ്റൂർ മല അറിയപ്പെടുകയും ചെയ്തു. നമുക്കങ്ങനെ മല കയറി ഇറങ്ങി വന്ന ആളുകളൊക്കെ ഉണ്ട്. ചേട്ടാ, പിന്നെ മല ഇറങ്ങി വരുന്ന വരവാണ്? അതെ അതെ. എപ്പോ കയറിയതാണ്? ഞങ്ങൊരു 2 മണിയായപ്പോ കയറിയ. മൊത്തം എത്ര മണിക്കൂർ? ഇപ്പൊ ഞങ്ങൾക്ക് റെസ്റ്റ് എടുത്താണ് കയറിയത്. ടൈമിൽ ബുദ്ധിമുട്ടുണ്ടായി? ഇല്ല ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളമൊക്കെ ശരിക്കും കുടിച്ചോ? അതെ, കുടിച്ചു. മുത്തപ്പനെ കണ്ടോ? കണ്ടു. ചേച്ചി, എപ്പോ കയറിയതാണ്? ഒരുമിച്ച് കയറിയതാ. യാത്ര ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല, പ്രാർത്ഥിച്ച് കയറിയോണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ദുഃഖവെള്ളി ദിനത്തിൽ പിന്നെ എന്താണ് മനസ്സിലങ്ങനെയൊന്നുമില്ല. പരിഹാര പ്രദർശനത്തിന് വേണ്ടിട്ട് പുത്തപ്പന്റെ അടുത്തോട്ട് പോയി. അപ്പൊ അത് ആഗ്രഹം നടക്കട്ടെ. അതുപോലെയാണ്. അങ്ങനെ നിരവധിയായ ആളുകളാണ് അരുൺ സാർ ഇങ്ങനെ മലയാറ്റൂരിന്റെ മലയിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. അവര് മലയിറങ്ങി വരുമ്പോ ശ്യാം ക്ഷീണിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? ഒരു ഫ്ലോയിൽ അതും മല കയറുന്നതിന്റെ തുടക്കത്തിലാണ്. ഏതാണ്ട് ഇവിടെ മല കയറാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ മല ഇറങ്ങി വരുന്നവരെ കാണുമ്പോൾ തന്നെ ശ്യാം ക്ഷീണിച്ചു തുടങ്ങി.